മച്ചന്മാരെ വലിയൊരു ഇൻട്രൊഡക്ഷനൊന്നുമില്ല. നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ സൗദിയിൽ വധശിക്ഷ കാത്തിരിക്കുന്ന, അതായത് മലയാളി, അതായത് കോഴിക്കോടുള്ള അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ആളുണ്ടല്ലോ, അവരുടെ ഒരു ആവശ്യത്തിലേക്ക് ഇത്ര കോടി രൂപ വേണമെന്നല്ലേ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ Q7 മോഡലിംഗ് കമ്പനി അതിൻ്റെ പേരിൽ കുറച്ച് ഫണ്ട് സ്വരൂപിച്ചിട്ട് അവർക്ക് അയച്ചു കൊടുക്കുക എന്നുള്ളൊരു രീതിയിൽ ഞങ്ങൾ പെർമിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നു. ഏത് പോലീസ് സ്റ്റേഷനിലൊന്നും നമ്മളിപ്പോൾ പറയുന്നില്ല, നമ്മൾ ആരെയും കുറ്റപ്പെടുത്താനൊന്നുമല്ല പറയുന്നത്, നമ്മുടെ നാട്ടിലെ ഒരു ഇപ്പോഴത്തെ അവസ്ഥ. ഓക്കെ, എന്തായാലും അതിലേക്ക് നമ്മൾ കൂടുതൽ പറഞ്ഞ സമയം കളയുന്നില്ല. ഞങ്ങൾ ഫണ്ട് അവിടെ ചെന്നപ്പോൾ നമ്മൾ ബക്കറ്റ് പിരിവ് നടത്തരുത്, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ചെയ്യാൻ തന്നെ അവർക്ക് താല്പര്യമില്ല. പിന്നെ അവർ പറഞ്ഞിട്ടുള്ള ബക്കറ്റ് പിരിവ് നടത്തരുത്, അതുപോലെ നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ മേടിക്കരുത് എന്നൊക്കെയാണ് പറയുന്നത്. ഞങ്ങളിപ്പോൾ നോക്കിയപ്പോൾ അവരുടെ റിലേറ്റീവിൻ്റെ ആരുടെയും QR കോഡ് കാണുന്നില്ല, അവരുടെ ബാങ്ക് ഡീറ്റെയിൽസ് ആണ് കാണുന്നത്. അപ്പോൾ ബാങ്ക് ഡീറ്റെയിൽസ് അത്രയും നമ്പരും ഇപ്പോൾ ട്രാവൽ ചെയ്യുന്ന റോഡ് സൈഡിലൊക്കെയാണ് ഞങ്ങൾ പിരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്തൊന്നും ഇപ്പോൾ ആരും ഇത്രയും പാസ്വേഡല്ല, അക്കൗണ്ട് നമ്പരും അതുപോലെ ISFI കോഡും ഒന്നും പിന്നെ അടിച്ചിട്ട് അവർ ക്യാഷ് സെൻഡ് ഒക്കെ അവർക്ക് അത്രയും ബുദ്ധിമുട്ടായിരിക്കും. ട്രാവൽ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഒരു QR കോഡ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ബന്ധപ്പെട്ട അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന അവരുടെ വേണ്ടപ്പെട്ട ആരുടെയെങ്കിലും QR കോഡോ അല്ലെങ്കിൽ അവരുടെ മൊബൈൽ നമ്പറും കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ അവരുമായി സംസാരിച്ച് നമുക്ക് ഇത് ചെയ്യാമായിരുന്നു. ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് അടയ്ക്കേണ്ട, പക്ഷേ അവരുടെ അക്കൗണ്ടിലേക്ക് ഇത് ചെയ്യാമായിരുന്നു. എന്തായാലും നമ്മളിങ്ങനെ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഓൺലൈൻ വഴിയാണെങ്കിൽ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് മേടിക്കാം, പക്ഷേ അല്ലാത്ത സമയത്ത് നമുക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് തന്നെ അയച്ചു കൊടുക്കണം എന്നാണ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ആർക്കും അവർ സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവർക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല, പക്ഷേ അവർ നമ്മളിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് സന്തോഷം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിച്ചത് കൊണ്ട് സന്തോഷം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതല്ലല്ലോ നമുക്ക് വേണ്ടത്. ഒരാളവിടെ മരണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആളുടെ ഒരു മനസ്ഥിതി എന്താവുന്നിപ്പോൾ കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും. പക്ഷെ എല്ലാവർക്കും നമ്മളിപ്പോൾ ഈ ഒരു ന്യൂസ് കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു റീല് കാണുമ്പോൾ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട റീൽസുകൾ കാണുമ്പോൾ ആൾക്കാർക്ക് പിന്നെ ആളുടെ ഒരു മനോഭാവം, ആളുടെ കുടുംബത്തിൻ്റെ ഒരു അവസ്ഥ ഒന്നും ഇപ്പോൾ ചിന്തിക്കാൻ കഴിയുന്നുണ്ടാവില്ല. കാരണം അവരവിടെ അത്രയും 18 വർഷത്തോളം ഇപ്പോൾ ആള് ശിക്ഷ അനുഭവിച്ചു. ഇനി അതിന് ശേഷം ഇനി കുറച്ചും കൂടി 34 കോടി രൂപ കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പം അത് നമ്മളെ കൊണ്ട് ചെയ്യാം, എല്ലാവരും കൂടിയിട്ട് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റില്ലേ. അപ്പം ഞാൻ എന്തായാലും ഞങ്ങളുടെ QR കോഡും പിന്നെ അതുപോലെ തന്നെ അവരുടെ ബാങ്ക് ഡീറ്റെയിൽസുമാണ് ഞങ്ങളുടെ അടുത്തുള്ളത്, അതും ഞങ്ങൾ തരാം. നിങ്ങൾക്ക് സൗകര്യം ഏതാണെന്ന് വെച്ചാൽ അതിലേക്ക് ക്യാഷ് ഇടുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ എന്തായാലും ഒരു മോഡലിംഗ് കമ്പനിയാണ്, ഞങ്ങൾ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾ ക്യാഷ് ഇട്ട് അവരെ സഹായിക്കുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഞങ്ങൾ ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ഇപ്പോൾ ഈ ഒരു ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന QR കോഡ് ഉള്ള അക്കൗണ്ടിൽ 34 സംതിങ് അങ്ങാണ്ടുള്ളൂ. ഞാൻ അത് എത്ര ഉണ്ടെന്ന് ഞാൻ കാണിച്ചിട്ട്, അതായത് ആ ഫുൾ അക്കൗണ്ട് ഞങ്ങൾ അവർക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ നേരത്തെ എത്ര ഉണ്ടാവും അക്കൗണ്ടിൽ നിന്ന് ഞാൻ കാണിച്ചു തരാം. എൻ്റെ പേര് വിപിൻ എന്നാണ്. ഞാനാണ് നമ്മുടെ Q7 മോഡലിംഗ് കമ്പനിയുടെ, അതായത് Q7 മോഡലിംഗ് കമ്പനി യൂട്യൂബിൽ കാണുമ്പോൾ നിങ്ങൾ ഇതാണോ Q7 മോഡലിംഗ് കമ്പനി എന്ന് വിചാരിക്കും. ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിലാണ് നമ്മുടെ കറക്റ്റ് അപ്ഡേഷൻ വരുന്നത്. ഇത് ഞങ്ങളുടെ ജസ്റ്റ് ഒരു നമ്മളുടെ ഓരോ വർക്കിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ ചെറുതായിട്ട് ചെയ്യുന്ന, ഞങ്ങൾ യൂട്യൂബിൽ ഞങ്ങളുടേതായിട്ടുള്ള വീഡിയോസ് ചെയ്യുന്ന ഒരു ചാനലാണ്. ഞങ്ങൾ ഇതിലൊരു റിയാലിറ്റി ഷോ ചെയ്യണമെന്ന് വിചാരിച്ച് അത് കൊളായിരിക്കുന്ന ഒരു ആളാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നല്ലൊരു രീതിയിൽ വൻ തിരിച്ചുവരവ് വരുന്നുണ്ട്. വലിയൊരു യൂട്യൂബിൽ ആദ്യത്തെ റിയാലിറ്റി ഷോ വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ കൂടുതൽ അപ്ഡേഷൻ ഇൻസ്റ്റാഗ്രാമിലാണ് വരുന്നത്. നിങ്ങൾക്ക് അത് ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്താൽ ഞങ്ങൾ എന്താണെന്നൊക്കെ മനസ്സിലാവും. ഞങ്ങൾ ഇതുപോലൊരു വലിയൊരു ടീമല്ല, ഞങ്ങളെല്ലാവരുടെയും ആഗ്രഹത്തിൻ്റെ പേരിൽ നമ്മളൊരു മോഡലിംഗ് കമ്പനി ചെയ്യുന്നതാണ്. അത് അത്യാവശ്യം വർക്കുകൾ നടക്കുന്നുണ്ട്. മോഡലിംഗ് കമ്പനി എന്നാണ് പേര്, അതായത് Q7 മോഡലിംഗ് കമ്പനി. പക്ഷേ ഞങ്ങൾ ചെയ്യുന്നത് കൂടുതലും ഷോപ്പുകളുടെ ആഡ്, TV ആഡ്, ഫ്ലെക്സിൻ്റെ ഫോട്ടോഷൂട്ട് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ താല്പര്യമുള്ളവർക്ക് മോഡലിംഗ് ഫോട്ടോഷൂട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റാം ഷോസും നമ്മൾ കൂടുതൽ ചെയ്യുന്നില്ല, അത് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത് പറയാനല്ലല്ലോ വന്നത്, നമ്മളിപ്പോൾ ഇങ്ങനെ ഒരാളുടെ അവസ്ഥയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നമുക്ക് കഴിയുകയാണെങ്കിൽ ഒരാളുടെ ജീവൻ രക്ഷപ്പെടുമല്ലോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇതിൽ ക്യാഷ് അയച്ചിട്ട് ഞങ്ങൾ എന്തായാലും അവർക്ക് കൊടുക്കും. ഞങ്ങളിങ്ങനെ
ഇങ്ങനെ സ്റ്റേഷനിൽ പോയൊന്നും ശരിക്കും ആളുകൾ തന്നിഷ്ടത്തോടു കൂടി ചെയ്യാം ഇങ്ങനെ ക്യാഷ് പിരിച്ചിട്ട് ചെയ്യാം. പക്ഷെ ഞങ്ങളത് ഞാനിപ്പോൾ എന്ത് വേണമെങ്കിൽ ഷൂട്ട് നടക്കുകയാണെങ്കിൽ പോലും സ്റ്റേഷനിൽ പോയിട്ടാണ് പെർമിഷൻ എടുത്തിട്ടാണ് ഒരു സ്ഥലത്ത് ഷൂട്ട് നടത്തൽ. അപ്പം അതുപോലെ ഒന്ന് പോയി പെർമിഷൻ ചോദിക്കാമെന്ന് വിചാരിച്ച് ചോദിച്ചതാണ്. പക്ഷേ അപ്പം ചെന്നപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഇതുപോലെ പിരിവുകൾ നടത്തി ഒരുപാട് ആളുകൾ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ ദുരുപയോഗം ചെയ്തത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു നല്ലൊരു ഉദ്ദേശത്തിന് വേണ്ടി നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് നമുക്ക് പറ്റാതെ വന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ QR കോഡ് വിടുന്നുണ്ട്. നിങ്ങളൊന്ന് ക്യാഷ് വിട്ട് അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.